ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഞാൻ പീടിക്ക് ഉണ്ടാക്കി കൊടുക്കണ കപ്പ് കേക്ക് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഫ്ലേവറിലൊക്കെ മാറ്റം വരുത്തൽ നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാനിതിൽ ഓയിൽ പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും രുചി ഒട്ടും കുറവില്ലാത്ത ഈ കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് പറയുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ സ്ട്രോബെറി കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഒരു കപ്പ് മൈദേനിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ വാനില പൗഡറും ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ടാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് പറ്റുമെങ്കിൽ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. അതിനുശേഷം പിന്നെ ഇതാ ഞാൻ പൊടിയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ഞാൻ ക്ലീനായൊരു പാത്രത്തേക്ക് 2 മുട്ട എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. അതിനുശേഷം പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും 1/2 ടീസ്പൂൺ മിൽക്കിൻ്റെ എസൻസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ടൈഗറിൻ്റെ സ്ട്രോബെറി മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് എത്രയാണോ കളറ് വേണ്ടത് അങ്ങനെ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് വേണ്ടതിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഞാനിതിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഓയിൽ ഒരു ഇത്തിരിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഓയിൽ കഴിഞ്ഞ ശ്രദ്ധ എനിക്കുണ്ടായില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒന്നുണ്ടാക്കി നോക്കാമല്ലോ എന്ന് കരുതി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഞാനൊരു 1/2 കപ്പ് പാലെടുത്തിട്ട് പൊടിൻ്റെ കൂടെ കുറേശ്ശായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കളർ വേണമെന്ന് കരുതിയിട്ട് ഒരുപാട് ഡ്രോപ്പ് ആവണ്ട. അപ്പോൾ പിന്നെ സ്ട്രോബെറിൻ്റെ ഒരു കുത്തൽ വരും. ഞാനൊരു 5-8 ഡ്രോപ്പറ്റേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പൊടിയും ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്ത് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മഫിൻ കപ്പോ അല്ലെങ്കിൽ കപ്പ് കേക്ക് ലൈനർ ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഓവനൊന്ന് പ്രീ ഹീറ്റ് ആക്കിയിരിക്കണം. 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഓരോ കപ്പിക്കും ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനക്ക് വെച്ച് കൊടുക്കുകയാണ്. 180 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് കേട്ടോ അതിൻ്റെ ബേക്കിംഗ് സമയം. അപ്പോൾ അതങ്ങനെ ബേക്കായി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ബാറ്റർ ബാക്കിയുള്ളത് ചെറിയ കപ്പിലാക്കിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവിക്കാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ കപ്പ് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച കേക്കും ഇവിടെ റെഡിയായി. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അയക്കണം കേട്ടോ. നമുക്കിതൊന്ന് കപ്പിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞി കേക്കാണ്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. കേക്കിൻ്റെ പെർഫെക്റ്റ് ലുക്ക് വരണമെങ്കിൽ ഓവലിൽ തന്നെ ബേക്ക് ചെയ്യണം. അപ്പോൾ ഓവലിൽ ബേക്ക് ചെയ്ത കേക്കും ഇപ്പോൾ ഇവിടെ റെഡിയായി. ഒന്ന് ചൂട് പോട്ടെ, എന്നിട്ട് അകം വന്നിട്ടുണ്ടോയെന്നും കൂടി നമുക്കൊന്ന് അറിയണം. കപ്പിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. പിന്നെ ഓവനിൽ കേക്കിനൊക്കെ ഒരേ കളറായിക്കാരം ഉള്ളിലേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഓയിലൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തൊരു സോഫ്റ്റാണ് എന്നിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. എപ്പോഴും ഞാൻ പറയണതാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് വെച്ചെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ട് ഓൾ ഓപ്ഷനാക്കി വെക്കാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു ഉഷാറ് വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.